ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഇതെന്താ ചായൻ്റെ കൂടെ ഞാൻ കേൾക്കുന്നതെന്നോ? മുട്ട ബ്രെഡ് റോളാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്കൂളിട്ട് വരുമ്പോഴും അതേപോലെ നമ്മൾ പെട്ടെന്ന് വിരുന്നേര് വരുമ്പോഴും ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ കൊടുക്കുക പറഞ്ഞാൽ സംഭവം തന്നെയാണ്. ഇതൊക്കെ ചായൻ്റെ കൂടെ കൊടുക്കുമ്പോൾ നല്ല ഉഷാറല്ലേ, കാണാൻ നല്ല ഉഷാറാണ്, കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഒരു മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു മുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്ന പറയുമ്പോൾ നിങ്ങളത് എന്താ വിചാരിക്കും? ഒരു മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വാ, ഇതാ കുറച്ച് കാബേജും കുറച്ച് ഉള്ളിയും ചെറുതായി കട്ട് ചെയ്യട്ടോ. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, വലുതായി കട്ട് ചെയ്യരുത്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ മസാല ഇടുന്നതല്ലേ, അപ്പോൾ ചെറുതായി കട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ചട്ടി വെക്കുക. ചട്ടിയിൽ എണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ശേഷം ഉള്ളിയും കാബേജും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഇതിങ്ങനെ വാട്ടിയെടുക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ വാട്ടിയിട്ട് പച്ചപ്പൊന്ന് മാറ്റിയെടുത്താൽ മതി. അതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വാട്ടിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം കേട്ടോ. മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മുട്ടപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ചിക്കി കൊടുക്കാം. അതുപോലെ തന്നെ കേട്ടോ, മസാല ഇതൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇത്ര തന്നെയാണ് കേട്ടോ. മസാല ഉണ്ടാക്കാൻ അത്ര ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് കഴിയും. പിന്നെ കുറച്ച് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടിട്ട് മസാലയിലോട്ട് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിൽ കുറച്ച് നമ്മുടെ മെയിൻ താരമല്ലേ, നമ്മുടെ കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് തീ ഓഫാക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അപ്പം ചൂട് ആറുമ്പോഴേക്കും നമുക്ക് ഒരു സംഭവം കൂടി തയ്യാറാക്കാം. ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിലെ ബ്രൗൺ കളറൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കും കട്ട് ചെയ്യുമ്പോൾ അയ്യോ ഇതൊക്കെ വേസ്റ്റ് ആവില്ലേന്ന്. ഇല്ല കേട്ടോ, നമുക്ക് ഈ കട്ട് ചെയ്യണ സംഭവം കൊണ്ടൊരു പരിപാടി ഉണ്ട്. അത് നമ്മൾ പൊടിച്ചെടുക്കും കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാർ, നനവില്ലാത്ത മിക്സിയുടെ ജാർ എടുക്കുക, കട്ട് ചെയ്തതൊക്കെ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. നന്നായി പൊടിയൊന്നുമില്ല, ഒരു തരിയായിട്ടായിരിക്കും. അങ്ങനെ പൊടിച്ചെടുക്കാം. ഇതിങ്ങനെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ലോങ്ങായി ഇങ്ങനെ തോന്നും കേട്ടോ. പക്ഷേ പെട്ടെന്ന് നമുക്ക് വേഗം സംഭവം കഴിയുന്ന കേട്ടോ. ഞാൻ വേഗം ഉണ്ടാക്കിയ സംഭവമാണ്. ഇതാ പൊടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുമ്പോൾ അയ്യോ കുറേ നേരം ഉണ്ട് വിചാരിക്കും. ഇല്ല കേട്ടോ, പെട്ടെന്ന് കഴിയുന്നതാണ്. അത് അത്ര പണിയുള്ള കാര്യങ്ങളൊന്നുമല്ലല്ലോ. പിന്നെ 2 സ്പൂണ് കുറച്ച് മൈദപ്പൊടി എടുക്കാം കേട്ടോ. അതൊരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കുറച്ച് ലൂസ് രൂപത്തിൽ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ. കട്ടിയൊന്നും വേണ്ട, കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കലക്കിയെടുക്കാം. അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഉടച്ച് നല്ല കലക്കിയെടുക്കാം. ഇതുപോലെ കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തില്ലേ, അത് നമുക്ക് കുറച്ച് ആവിയിൽ വെച്ചെടുക്കാം. എന്ന് വെച്ചാൽ അതൊന്ന് പരത്തി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ചൂടിൽ പരത്തിയെടുക്കുമ്പോൾ നന്നായി പരത്തി കിട്ടുട്ടത്. ഇതതുപോലെ ജസ്റ്റ് ഒന്ന് ചൂട് ഒളിപ്പിച്ചാൽ മതി. കണ്ടപ്പോൾ നല്ലൊരു സ്മൂത്ത് ആയിക്കണം. അപ്പോൾ ഇനി അത് പരത്തി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ പൊട്ടാതെ പരക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ്, അങ്ങനെ ആയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആവി വെക്കുന്നത്. പിന്നെ ഒന്നും കൂടി നല്ല സോഫ്റ്റ് ബ്രെഡാണെങ്കിലും ഒന്നും ഇങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മുടെ മസാല സെൻറ്ററിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഒട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ സൈഡിലാക്കിയിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ നന്നായി ഒട്ടിക്കിട്ടുവേ. എന്നിട്ട് നമ്മൾ ഈ മൈദപ്പൊടി കലക്കിയ ബാറ്ററില്ലേ, അതിലോട്ട് നന്നായി എല്ലാ ഭാഗത്തും മുക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും മുക്കിയെടുക്കാം. ശേഷം ബ്രെഡ് പൊടിച്ച പൊടിയില്ലേ, അതിലോട്ട് നമുക്ക് ഇട്ടിട്ട് എല്ലാ ഭാഗത്തും പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനെ പൊതിഞ്ഞൊടുക്കുക. കണ്ടതുപോലെ ഇവിടെയാണ് കേട്ടോ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യേണ്ടത്. നമ്മൾ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളിവിടെ ചെറുതായി മെല്ലെ സ്ലോ ആയിട്ടൊക്കെ ചെയ്യേണ്ടത് ഇവിടെയാണ്. ബാക്കിയൊക്കെ പിന്നെ വേഗം ചെയ്യുന്ന പരിപാടികളാണ്. അതുപോലെ ഓരോന്നായി നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം.
അപ്പം ഞാൻ 6 ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതാ ഞാനത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചിക്കൻ കൊണ്ടൊക്കെ. അതുകൊണ്ട് എനിക്കിത് ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഇത് തോന്നുക. ഒക്കെ പിന്നെ ശീലമായിക്കണം. പിന്നെ ചൂടായ എണ്ണയിലിട്ടിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിലൊക്കെ വെന്തതും കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടുള്ള എണ്ണയിലിട്ടിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ ഇങ്ങനെ വേവിക്കണ സമയമല്ല. പിന്നെ കുറച്ച് എണ്ണ വെച്ചെടുത്താൽ മതി. ഇങ്ങനെ കൂടുതൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിങ്ങനെ മാറ്റി മറിച്ചിട്ടെടുക്കാം. ഇതാ അത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. അപ്പോൾ നമുക്കിനി കോരിയെടുക്കാം. പുറം കണ്ടാൽ കണ്ടോ, എണ്ണയിലിട്ടാൽ ഒന്നുകൂടി ഇങ്ങനെ വീർത്തിരിക്കും കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ലുക്കുണ്ട്. കണ്ടോ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ.